നമ്മളെപ്പോഴും കമന്റ് ശ്രദ്ധിക്കാറുണ്ട്, കൂടുതലും വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം സംഗീതം എങ്ങനെയാണ് ഈ വിമർശനങ്ങളോടൊക്കെ ഏത് രീതിയിലാണ് നേരിടുന്നത്? വിഷമിക്കുന്ന ആളാണ് സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊരു 100 നല്ല കമന്റ് വന്നാലും ഇടയിൽ വരുന്ന ആ മോശം കമന്റ് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം ഭയങ്കര വൾണറബിൾ ആയിട്ടാണ് ആക്ടറായി കഴിഞ്ഞപ്പോ ലൈഫ് മുമ്പോട്ട് പോകുന്നത്. നമ്മള് ചെയ്യുന്ന ജോലി, ഇപ്പൊ എനിക്ക് എഡിറ്റിംഗ് ആണെങ്കിൽ കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ അറിയാവുന്ന ജോലി എനിക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ അറിയാം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. പഠിച്ചിട്ടുള്ള ജോലിയാണ്. ഇത് പഠിക്കാത്തതായതുകൊണ്ടും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് അറിയാത്തത് കൊണ്ടും ഒക്കെ ഒരു സിനിമ തുടങ്ങി ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇൻസെക്യൂർ ആണ്. ഇത് കറക്റ്റാണോ, ചെയ്യുന്നത് ശരിയാണോ, പിന്നെ ആ സിനിമ ഇറങ്ങുമ്പോ എന്താവും എന്നുള്ളത് അടുത്ത ഭയം. അപ്പൊ ഒരു കമന്റ് നമ്മളുടെ അടുത്ത സിനിമയിലെ പെർഫോമൻസിനെ പോലും ബാധിക്കുന്നു എന്നുള്ളതല്ലാണ് എന്നെ എഫക്ട് ചെയ്യുന്നത്. അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്ന തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ്. പക്ഷെ ചിലതിങ്ങനെ ഇത് കേട്ട് നമുക്ക് ചിലപ്പോൾ തിരുത്താനേ പറ്റാത്തതായിരിക്കും. അതായത് ഇവനൊന്നും ഒരു കാലത്തും എന്തായാലും ഇവിടെ നടനാവില്ല എന്ന് പറയുന്ന കമന്റ് ആണെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റുന്നതല്ല. ഇവൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ്, ഇവന്റെ ഇവന്റെ പെർഫോമൻസിലേക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് തിരുത്താൻ പറ്റും. ഇവനൊരു കാലത്ത് രക്ഷപ്പെടില്ല എന്ന് പറയുന്ന കമന്റുകൾക്ക് നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പൊ അത് എഫക്റ്റഡ് ആവുക എന്നുള്ളത് മാത്രമാണ് എന്നെ കൊണ്ട് പറ്റുന്നത്. പിന്നെ ടേക്ക് കെയർ ചെയ്യാണ്ട് പോവാ എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടില്ല. എത്തുമായിരിക്കും ഗ്രാജുവലി കുറെ കിട്ടുമ്പോ. ഇനിയിപ്പോ സിനിമ അഭിനയം എന്നുള്ള രീതിയിലേക്ക് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്, അതോ എഡിറ്റിംഗ്, നല്ല സിനിമകൾ കിട്ടിയാൽ, അവസരങ്ങൾ കിട്ടിയ എഡിറ്റിംഗിലേക്കും? ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് സർക്കിട്ട് ചെയ്തായിരുന്നു. സർക്കിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഷൂട്ട് തുടങ്ങുന്നത് ഹൃദയപൂർവ്വത്തിന്റെ. അപ്പൊ സിനിമകൾ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പൊ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അഭിനയത്തിന്റെ. അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും അവൈലബിൾ ആയിരിക്കണം ആസ് എൻ എഡിറ്റർ വരുമ്പോ. അപ്പൊ അവർക്കും ബുദ്ധിമുട്ടാവരുത് എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഒരു കമ്മിറ്റ്മെന്റ്സ് നോക്കിയിട്ട് ഒരു ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ്.